ஆண்டவா. Hello guys, welcome to Heaven Vlogs. ഹലോ ഗൈസ്, വെൽക്കം ടു ഹെവൻ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പോണത് ഒരു ഹോട്ടലിൽ തേടി പോണ്. ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം. இப்படி வாழ்றதா சிறந்த வாழ்க்கைன்னு ஒவ்வொருத்தருக்கும் சொல்லப்படும். இப்படி வாழ்ந்ததுனால தான் நான் நோயாளியே ஆனேன்ற உண்மை அவனுக்கு லேட்டாக தான் புரியும். അതാണ് താല്പര്യം. താല്പര്യമല്ല, നമ്മുടെ വേറൊരു പണിക്കായിട്ട് വന്ന് സംഭവം നടന്നില്ല ശരിയെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ ഡ്രൈവർ മദൻ ഇന്നത്തെ പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ പയ്യൻ ഹിന്ദിക്കാരനാണ്. ഹിന്ദി നമുക്ക് അറിഞ്ഞൂടാ, എന്നാലും സംസാരിക്കാം. ഹായ് ബൈ, कैसा है? ठीक है. नाम बोलो. फारूक धामस्कर. फारूक धामस्कर. इधर कहाँ है? मुंबई. മുംബൈ? हाँ. അരെ നമ്മുടെ കൂടെ മുംബൈയിലുള്ള പയ്യൻ ഉണ്ട്. പയ്യന്റെ ട്രീറ്റാണ് ഇന്ന്. എന്തായാലും നമുക്ക് ഹോട്ടലിൽ പോയി നോക്കാം. क्या काम है इधर? इधर नाइट्रोजन लेने आए हैं. मिलेगा? मिलेगा. പയ്യന്റെ അടുത്ത് എങ്ങനെയൊക്കെ കുറച്ച് ഹിന്ദിയൊക്കെ ഒപ്പിച്ച് ഇനി എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോവാം. എന്തൊരു ഫുഡ് കഴിക്കാന്നൊന്നും നമ്മൾ ഇതുവരെ തീരുമാനിച്ചില്ല. आपको क्या चाहिए होटल में? होटल में? उधर क्या खाना चाहिए? अभी प्लान नहीं है? अभी प्लान नहीं है. ഇപ്പൊ जाके चेक करेगा. പയ്യനിപ്പോ പ്ലാൻ ഇല്ലെന്ന്. ഇനി നമ്മൾ ഹോട്ടലിൽ പോയതിനു ശേഷം തന്നെ പ്ലാനൊക്കെ ചെയ്യാൻ പോണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഫുഡ് എന്തിനെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഹെവൻ വ്ളോഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ. അടിക്കടി ഇങ്ങനത്തെ ട്രാവൽ വീഡിയോ എല്ലാം വരും, ഫുഡിന്റെ വീഡിയോ ഒക്കെ വരും. എല്ലാം നോക്കാം. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നേരെ നമ്മുടെ അകത്ത് പോയിട്ട് ഫുഡൊക്കെ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളതെല്ലാം നോക്കിയിട്ട് പയ്യാം. നമ്മുടെ പയ്യൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലിരിക്കണം, നമ്മുടെ മുംബൈക്കാരൻ. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്, നോക്കാം ഫുഡ് എങ്ങനെയാന്നുള്ളത് നോക്കാം. ഒരുത്തൻ നമ്മുടെ ഡ്രൈവറിന് വണ്ടി ഓട്ടിക്കാൻ അറിയാമോ, വണ്ടി പാർക്ക് ചെയ്യാൻ അറിയാമോ, ഒന്നും നമുക്കറിയാൻ പാടില്ല. ജീവനടക്കൊണ്ട് റൂമിൽ കൊണ്ടുവിട്ടാ ഓക്കെ ഗൈസ്. ഇവനെ വിശ്വസിച്ചിട്ട് വേണ് വണ്ടി ഓട്ടിക്കാൻ പറഞ്ഞൂടാ, ഒന്നും പറഞ്ഞൂടാ. വണ്ടിയിൽ ഇരുന്ന് വേണത് ജീവൻ പോയാണ് വരുന്നത്. അങ്ങനെ പയ്യൻ മെനു കാർഡ് വാങ്ങി നോക്കിയിട്ടേക്കണം. ഇതുകൊണ്ട് ഒരു യൂസ് ഇല്ല. എന്തായാലും ബിരിയാണി തന്നെ ഓർഡർ ചെയ്യും. അല്ല നോക്കട്ടെ അവൻ്റെ ആഗ്രഹത്തിന്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത തലശ്ശേരി ദം ബിരിയാണി എത്തിയിട്ടുണ്ട്. കണ്ടറിയാം പ്ലേറ്റ് നിറഞ്ഞിരിക്കുന്നത്. എങ്ങനെയും ഒരാൾക്ക് ഫുള്ളാக കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. എടുത്ത് ടേസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. എടുത്ത് പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അത് പോയിട്ട് പിന്നെ അതാ മുട്ടയും ഉണ്ട്, എഗ്ഗ് ഇരിക്കണ്. തലശ്ശേരി ദം ബിരിയാണി എന്നാണ് പറഞ്ഞത്. മസാല അടിയിൽ കാണും. ഇവിടുത്തെ ബിരിയാണി ഇങ്ങനെ തന്നെ ഇരിക്കും തോന്നുന്നു. നോക്കാം, കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെയെന്ന്. പിന്നെ ഓനിയൻ തന്നിട്ടുണ്ട് ഗൈസ്, തൈര്, അച്ചാറ്. ഇതാ നമ്മുടെ ബിരിയാണിയിൽ പീസുണ്ട്. 1 2 3 പീസുണ്ട് ഗൈസ്. ചിക്കൻ പീസ് 3 എണ്ണം ഇരിക്കണം. കഴിച്ച് നോക്കാം എങ്ങനെയാണ് എല്ലാം കൊള്ളാമെന്ന്. ചിക്കൻ പീസും എടുത്ത് റൈസും എടുത്ത് വായിൽ വെച്ച് നോക്കിയാൽ വേറെ ലെവലാണ് ഗൈസ്. കാണുന്ന പോലെ അല്ല. നമ്മുടെ പയ്യൻ അത് ഒരു പിടി പിടിച്ച് പ്ലേറ്റിലിട്ടുള്ളത് അത്രയും തീ തന്നുകൊണ്ട്. ഇനി രണ്ടാമത്തെ എക്സ്ട്രാ വാങ്ങാം. റൈസ് ഇവിടെ എക്സ്ട്രാ കിട്ടും, അതൊരു പ്ലസ്സാണ് നമ്മുടെ ഇവിടെ. നല്ല ടേസ്റ്റാണ് ഗൈസ്. നമ്മൾ വിചാരിച്ച അളവല്ല, നമ്മൾ അത്ര വലിയ എക്സ്പെക്റ്റേഷനിലില്ല, കൊള്ളാം എന്നാലും. പിന്നെ നമ്മുടെ ഡ്രൈവർ പയ്യനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ട് അവൻ പിന്നെ പോമോഗ്രാമിക്ക് വാങ്ങി, ജ്യൂസ് വാങ്ങി. ഇവിടുത്തെ ചൂടിൽ, ഖത്താറിൽ ചൂടിൽ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ച് വാങ്ങിയിട്ട് ഇതാ നല്ല കലക്കണ് ജ്യൂസിനെ. മാട്ടിന് വെള്ളം കലക്കണ പോലെ നല്ല കലക്കി ഇനി കുടി തന്നെ. എന്തായാലും ചൂടത്തിൽ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. എന്നാലും ഈ ജ്യൂസ് കുടിക്കുന്ന പൈസയ്ക്ക് ബിരിയാണി കഴിക്കാം. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. പാത്രമെല്ലാം കാലിയായി, നിങ്ങൾ കണ്ടറിയാം. അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. നമ്മൾ വിചാരിച്ചേക്കാളും നല്ല ടേസ്റ്റാണ്.
നല്ല ഫുഡൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ്. മുട്ടയും തിന്ന് ചിക്കനും റൈസും എല്ലാം കാലി, ഒരു റൈസ് ഇല്ലാതെ. ഗായ്സ്, നമ്മുടെ അങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മുടെ 3 പേര് കഴിച്ച്, 3 പേരിൽ 2 ബിരിയാണി. നമ്മുടെ ഡ്രൈവർ മദൻ ജ്യൂസ് കുടിച്ച്. എന്നാ ജ്യൂസ് കുടിച്ച? അവൻ മാതളം ജ്യൂസ് കുടിച്ച്. അത് 11 റിയാൽ. നമുക്ക് 2 ബിരിയാണിക്ക് 30 റിയാലായി. 30 റിയാലാകുമ്പോൾ ആൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ മണിക്ക് എത്ര ആച്ചടി? 700-800 ആ റേഞ്ചിലായി ബിരിയാണിക്ക് മട്ടും. 700 രൂപ ആയി. ശരി, നമുക്ക് നമ്മുടെ പയ്യൻ്റെ അടുത്ത് ചോദിക്കാം ബിരിയാണി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കാം. ഫാറൂഖ് ഭായ്, बोलो ना बिरयानी का. बिरयानी क्वांटिटी सही है. हाँ, एक्स्ट्रा राइस है. ज़्यादा बोलो. साउंड थोड़ा. एक्स्ट्रा राइस है. हाँ, 1 अंडा है. एक अंडा. 1 अंडा हाँ, और 3 पीस चिकन. हाँ, अच्छा है टेस्ट. टेस्ट अच्छा है. दूसरा क्या? ऑनियन मिलेगा ना? ऑनियन मिलेगा. पिकल, सलाद मिलेगा. हाँ. अचार मिलेगा. टोटल क्या बोलेगा वो बिरयानी का? अच्छा है. अच्छा है. अच्छा है. അച്ഛാ, അങ്ങനെ നമ്മുടെ പയ്യന് ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ 3 പീസ് ചിക്കനും പിന്നെ പിക്കിളുണ്ട്, തൈര് കറിയുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഉള്ളി തന്ന്. നല്ല ക്വാണ്ടിറ്റിയാണ്. ആ ഒരു പാത്രത്തിൽ തന്നെ കഴിക്കുമ്പോൾ എങ്ങനെ ഒരാൾക്ക് മതിയാവും. എക്സ്ട്രാ റൈസ് വേണമെങ്കിൽ അതും തരും. വയർ ഫുള്ളാണ്. എക്സ്ട്രാ വാങ്ങേണ്ടത് വരില്ല, എന്നാലും എക്സ്ട്രാ വേണമെങ്കിൽ അതും തരും. നല്ല ടേസ്റ്റാണ്. ഇവിടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും പാത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയാൽ പകുതി ഇടത്തിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അളവിന് ഫുഡൊന്നും ഇരിക്കൂല. ജസ്റ്റ് അവർ ഒരു ചുമ്മാ പ്രൊമോഷന് വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഇവിടെ ഫുഡ് കഴിക്കാനും. ഓക്കെയാണ്, സൂപ്പറായിരുന്നു ഫുഡ്, കുഴപ്പമില്ല, നല്ലായിരുന്നു. ഖത്താറിലുള്ളവർ ട്രൈ ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഇതേപോലത്തെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടംപോലെ വീഡിയോ വരും. भाई बोलो ना, सब्सक्राइब करो, फॉलो करो. ओके गाइस, नेक्स्ट वीडियो കാണാം.